മാന്നാറിലെ വൃദ്ധദമ്പതികളുടെ കൊലപാതക കേസിൽ പ്രതി അറസ്റ്റിൽ. കസ്റ്റഡിയിലായിരുന്ന മകൻ വിജയന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ചെന്നിത്തല സ്വദേശികളായ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 3 മണിയോടെ വൃദ്ധദമ്പതികൾ താമസിച്ചിരുന്ന വീട് കത്തുന്നത് കണ്ടാണ് അയൽവാസികൾ വിവരമറിഞ്ഞത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചപ്പോൾ രാഘവനെയും ഭാരതിയെയും കട്ടിലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വീട് പൂർണ്ണമായും കത്തിയ നിലയിലാണ്. മകൻ വിജയനൊപ്പമായിരുന്നു മാതാപിതാക്കൾ താമസിച്ചിരുന്നത്. വിജയൻ മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നുവെന്ന് അയൽക്കാരും ബന്ധുക്കളും പറയുന്നു. സ്വത്തുമായി ബന്ധപ്പെട്ട് വിജയനും മാതാപിതാക്കളും തമ്മിൽ നിരന്തരം തർക്കമുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഞാൻ രാവിലെ വരുമ്പോൾ കട്ടിലെ തന്നെ കിടക്കുമായിരുന്നു. രണ്ടുപേരും കട്ടയിൽ എണ്ണിച്ചിട്ടില്ല. ആ കിടന്ന പടുതി തന്നെ ചാകുമായിരുന്നു. കട്ടില നമ്മളെ എന്താ പറയുക, ഒരാൾ ജീവനുണ്ട് എണ്ണിച്ച് പോത്തില്ലായിരുന്നു. ചൂട് ചെല്ലുമ്പോൾ എങ്ങനെയാലും എണ്ണിച്ച് പോകും. ആ കട്ടിലെന്ന് ഇത് എണ്ണിച്ച് പോയിട്ട് ആ കിടന്ന പടുതി തന്നെ കിടന്ന് മരിക്കുമായിരുന്നു. കട്ടിൽ ആദ്യം മൊത്തം കത്തിപ്പോയത്. ഞാൻ വന്ന് നോക്കുമ്പോൾ രാവിലെ 3 മണിക്ക് അറിഞ്ഞത്. 3 മണിക്ക് ഇവിടുത്തെ മോൻ്റെ മോള് വിളിച്ചു പറഞ്ഞ് പെര കത്തുന്നു പറഞ്ഞു. ഞാൻ പറയാം അവരെന്ത് അവരെ കാണുന്നില്ലെന്ന്. ഞങ്ങൾ പെട്ടെന്ന് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടാൽ പെര മേള് കത്തുവോ, ഇവിടെ മൊത്തം കത്തിപ്പോയി. ഇവരെ ആരും കാണും. ഞാൻ വിചാരിച്ചു അയലത്താണ് കാണുന്നത് വിചാരിച്ചു. പിന്നെല്ലാം പെരക്കി നോക്കിയപ്പോൾ കട്ടിൽ ആദ്യം കത്തി, അവരും കത്തിക്കിടക്കുക. പിന്നെ ബാക്കി മൊത്തം എയർപോർട്ട് മേളെല്ലാം കത്തി മൊത്തം താഴെ വീണ്. 2 ദിവസം മുമ്പും വിജയൻ മാതാപിതാക്കളെ മർദ്ദിച്ച് അവശരാക്കിയിരുന്നു. ഇന്ന് മാന്നാർ പോലീസ് വിജയനോട് സ്റ്റേഷനിൽ ഹാജരാകാനും ആവശ്യപ്പെട്ടിരുന്നതായി വിജയന്റെ സഹോദരിയുടെ മകൻ വിഷ്ണു പറഞ്ഞു. ഒരു 5 മാസമായിട്ട് പുള്ളിക്കാരൻ ഇപ്പോൾ തന്നെ ആയിരുന്നു. ഈ ഒരു അടുത്തിട കൊണ്ട് വഴക്കുണ്ടായെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെ കൊല്ലുമെന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നിട്ടുണ്ട്. അപ്പോൾ അതിലത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവരെ മേലുപദ്രവം ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഒരു 3 ദിവസം മുമ്പ് ഇതുപോലെ പുള്ളിക്കാരൻ അവരെ തല്ലിയിട്ട് കൈയും കാലൊക്കെ ചതച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പോലീസിൽ കേസ് കൊടുത്തിട്ട് അവരൊന്ന് അന്വേഷിച്ചപ്പോൾ ഇന്ന് പോലീസിന് ചെന്ന് ഹാജരാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിലേക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. FI മൊഴി പ്രകാരം ഈ പറയുന്ന മരണപ്പെട്ടവരുടെ മകനെയാണ് പ്രതിയായിട്ട് അവർ പറയുന്നത്, മൊഴി തന്നയാള്. പക്ഷേ അയാളെ പ്രതിയായിട്ട് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ കേസിനകത്ത് അന്വേഷണം നടത്തണം. ആദ്യ ഭാഗമായിട്ട് ഇൻക്വസ്റ്റ്, അതിനുശേഷം പോസ്റ്റ്മോർട്ടം. അതിനകത്ത് മാത്രമേ ഇത് അങ്ങനെയുള്ള ഈ പറയുന്ന മരണം ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇനി കത്തിച്ചതാണോ, അത് ഷോർട്ട് സർക്യൂട്ടാണോ, എന്തുപയോഗിച്ച് കത്തിച്ചു, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സീനിൽ പോകണം. അവിടെ വെച്ച് ഈ പറയുന്ന ഫോറൻസിക്കിൻ്റെയും ഫിംഗർ പ്രിന്റിന്റെയും ഡോഗ് സ്ക്വാഡിന്റെ എല്ലാ സഹായത്തോടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പിക്കാൻ കഴിയുള്ളൂ. മകൻ കസ്റ്റഡിയിലുണ്ട്. ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, ആലപ്പുഴ.